ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന 100ഓളം വരികൾ വരുന്ന ഒരു കവിതയാണ്. മഹാനായ പണ്ഡിതൻ ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച കവിതയാണ് അൽ ഉർജൂസത്തുൽ മീഇയ്യ എന്ന കവിത. ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാനുള്ള ഭാഗം നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في شهر شوال وحمراء الأسد فالخمر حرمت يقينا فاسمعا هذا وفيها ولد السبط الحسن وكان في الرابعة الغزو إلى بني النضير في ربيع أول. جزاكم الله خيرا. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഫീ ഷഹ്രി ശവ്വാലിൻ ഹംറാഇൽ അസദ്, ഹംറാഉൽ അസദ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായതാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. എന്താണ് ഹംറാഉൽ അസദ് എന്നുള്ളത്? അഥവാ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ സൂചിപ്പിച്ചിരുന്നു, മുസ്ലിം സൈന്യത്തിന് ഉഹദ് യുദ്ധത്തിൽ ചെറിയ രൂപത്തിലുള്ള പരാജയം നേരിടേണ്ടി വന്നു. നമ്മൾ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ കുഫാറുകളുമായി യുദ്ധം ചെയ്തതും പിന്നീട് അതിൽ ചെറിയ രൂപത്തിലുള്ള പരാജയം ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. ആ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തിന് വലിയ വേദന ഉണ്ടായിരുന്നു. അഥവാ പല സഹാബിമാർക്കും പല പരിക്കുകളും പറ്റി, അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പല പരിക്കുകളും പറ്റി. ഇതിനാൽ തന്നെ മുസ്ലിം സൈന്യത്തിന് വലിയ വേദന ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാഫിരീങ്ങൾ മദീനയിലേക്ക് വീണ്ടും വരുന്നു എന്ന വാർത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് തീരുമാനിച്ചു? അവരെ ഭയപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ മുന്നോട്ട് നീങ്ങി. കാരണം കാഫിരീങ്ങൾ അവർ ഉഹദിൽ ചെറിയ വിജയം ലഭിച്ചപ്പോഴേക്കും അവർ കരുതി ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാമെന്ന്. അവർക്ക് ചെറിയ രൂപത്തിൽ എന്തുണ്ടായി? ഒരു അഹങ്കാരം. അഥവാ മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ ചെറിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ഇനി നമുക്ക് എളുപ്പത്തിൽ അവരെ എന്ത് ചെയ്യാം? ഉന്മൂലനം ചെയ്യാമെന്ന ആ ഒരു ഉദ്ദേശം അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയും അവർ മദീനയിലേക്ക് വരുന്നു എന്ന ആ ഒരു വാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് വരികയുണ്ടായി. എന്നാൽ ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭയപ്പെടുത്താൻ തീരുമാനിച്ചു. റസൂൽ മദീനയിലുള്ള സഹാബിമാരോടായി പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യണം? ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ മാത്രം, ശ്രദ്ധിക്കുക, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ മാത്രം എന്ത് ചെയ്യണം? വീണ്ടും തയ്യാറാകണം. എന്തിനു വേണ്ടിയാണത്? അവരോട് യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ. മറ്റുള്ളവരാരും തന്നെ എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ പങ്കെടുക്കേണ്ടത്. അഥവാ ഉഹദ് യുദ്ധത്തിൽ ആരൊക്കെയാണോ പങ്കെടുത്തത് അവർ എന്ത് ചെയ്യുക? ഒന്നും കൂടി യുദ്ധത്തിനായി തയ്യാറാവുക. നമുക്കറിയാം ഉഹദിൽ പങ്കെടുത്ത പല സഹാബിമാർക്കും പരിക്കുകളുണ്ട്. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ തയ്യാറാവണമെന്ന്. അങ്ങനെ അവരെല്ലാവരും എന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, സഹാബിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ധീരന്മാരായിരുന്നു. നമുക്കറിയാം പല സഹാബിമാർ, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു പല സൈന്യങ്ങളോടും അവർ പറയാറുള്ള വാക്കുകൾ. അതുകൊണ്ട് തന്നെ സഹാബിമാർക്ക് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അവർ ഹക്കായിട്ടാണുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ അത് ഹക്കാണ് എന്ന് സഹാബിമാർക്ക് അറിയാം. അതിനാൽ തന്നെ അവർക്ക് എന്തില്ല? യാതൊരു ഭയവും ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് എന്ത് നൽകും? വിജയം നൽകും. അതല്ല എങ്കിലോ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത്. ഇത് രണ്ടും എന്താണ്?
ഇസ്സത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹാബിമാരെ ഒരാൾക്കും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കാറില്ലായിരുന്നു? ഭയപ്പെടുത്താനോ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോകാനുള്ള പ്രേരണ നൽകാനോ സാധിക്കാറില്ല. ഇതാണ് ഇവരുടെ മനസ്സിലുള്ളത്. അഥവാ ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ വിജയം, അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത്. ഈ അവസ്ഥയിൽ മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് തയ്യാറായി എന്നറിഞ്ഞപ്പോൾ മക്കയിലെ കുഫാറുകളുടെ മനസ്സിൽ എന്തുണ്ടായി? വലിയ ഭയമുണ്ടായി. ആലോചിച്ച് നോക്കണം. കാരണം പല പരിക്കുകളും പറ്റിയ ആളുകളാണ്. അവർ ശാരീരികമായി വലിയ പ്രയാസത്തിലാണുള്ളത്. എന്നിട്ടും അവർ എന്ത് ചെയ്യാണ്? വീണ്ടും ഇവരുമായി യുദ്ധത്തിന് വരികയാണ് എന്ന് കേട്ടപ്പോൾ തന്നെ എന്തുണ്ടായി? മക്കയിലെ കുഫാറുകൾക്ക് വലിയ ഭയമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെയും കൂട്ടി ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഏകദേശം മദീനയിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലമാണെന്ത്? ഹംറാ ഉൽ അസദ് എന്നുള്ളത്. ഹംറാ ഉൽ അസദ്. ഈ സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും കൂട്ടി അവരെ ഭയപ്പെടുത്താൻ, അതല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിന്നു. ഈ വിവരം ആരുടെ അടുക്കലേക്ക് എത്തി? അന്ന് കാഫിറായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അദ്ദേഹം കുഫാറുകളുടെ കൂടെയായിരുന്നു. ഈ വിവരം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ എന്തുണ്ടായി? അദ്ദേഹത്തിന് ഭയമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 3 ദിവസം അവിടെ തങ്ങി, അഥവാ ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്ത്. അബൂ സുഫിയാനും കൂട്ടരും ഇത് അറിഞ്ഞപ്പോൾ പേടിച്ചുകൊണ്ട് എന്തുണ്ടായി? തിരിച്ചു മക്കയിലേക്ക് പോയി. പേടിച്ചുകൊണ്ട് മക്കയിലേക്ക് പോയി. പറഞ്ഞതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ഇത്രയും പരിക്കുകളും അതുപോലെ തന്നെ പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇവർ ഇതിന് തയ്യാറായി എന്ന് കേട്ടപ്പോൾ മക്കയിലെ കുഫാറുകൾ അവർ ഭയന്നുകൊണ്ട് തിരിഞ്ഞ് ഓടുകയാണ് ഉണ്ടായത്. തിരിച്ച് മക്കയിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഇതാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന ഹിജറ 3-ാം വർഷത്തിലെ 6-ാമത്തെ കാര്യം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിജറ 3-ാം വർഷത്തിലെ സംഭവങ്ങളാണ്. അതിലെ 6-ാമത്തെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഹിജറ 3-ാം വർഷം നടന്ന 2 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. എന്താണത്? വൽ ഖംറു ഹുർരിമത് യഖീനൻ ഫസ്മഅൻ ഹാദാ വഫീഹാ വുലിദ സബ്തുൽ ഹസൻ. ആദ്യം അവിടുന്ന് പറയുന്നത് എന്താണ്? ഹിജറ 3-ാം വർഷത്തിലെ 7-ാമത്തെ സംഭവമായി അവിടുന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല മദ്യം ഹറാമാക്കിയതിനെ പറ്റിയാണ്. മുസ്ലിമീങ്ങൾക്ക് മദ്യം ഹറാമാക്കിയതിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഹിജറ 3-ലാണോ അതല്ല 4-ലാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കള്ള് ഹറാമാകുന്നത് ഹിജറ 3-ാം വർഷത്തിലാണോ അതല്ല 4-ാം വർഷത്തിലാണോ എന്നതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നാലും ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് മദ്യം നിഷിദ്ധമാക്കിയത് ഹിജറ 3-ാമത്തെ വർഷത്തിലാണ് എന്നുള്ളതാണ്. ഹിജറ 3-ാമത്തെ വർഷത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറബികൾക്ക് അതല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനീയമാണെന്ത്? മദ്യം എന്നുള്ളത്. അവർ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ മദ്യം കുടിച്ചിരുന്ന ആളുകളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജാഹിലിയത്തിലും ഇതുപോലുള്ള മ്ലേച്ഛമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവിടെയുള്ള പൊതുവെയുള്ള അറബികൾ അവരുടെ ശൈലി എന്തായിരുന്നു? അവർ വെള്ളം കുടിക്കുന്നത് പോലെ കള്ളിനെ കണ്ടിരുന്ന ആളുകളായിരുന്നു. അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഹിക്മത്തോടു കൂടിയാണ് മദ്യം നിഷിദ്ധമാക്കുന്നത്, വളരെ യുക്തിയോടുകൂടി. അഥവാ ആദ്യമായി ഒറ്റയടിക്ക് തന്നെ എന്തല്ല പറയുന്നത്? നിങ്ങൾ ആരും മദ്യപിക്കരുത് എന്നല്ല പറഞ്ഞത്. മറിച്ച് ആദ്യം അള്ളാഹു പറഞ്ഞത് മദ്യത്തിന് മോശമായ വശമുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയും എന്നിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ആദ്യം തന്നെ അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. ഏതാണ് സഹോദരങ്ങളെ ആയത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. അവർ നിങ്ങളോട് കള്ളിനെ പറ്റിയും അതുപോലെ തന്നെ മൈസിറിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്, ചൂതാട്ടത്തിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. അതിൽ ധാരാളം മ്ലേച്ഛതകൾ അല്ലെങ്കിൽ തിന്മകൾ അടങ്ങിയിട്ടുണ്ട് കള്ള് എന്ന കാര്യത്തിൽ. വമനാഫിഉ ലിന്നാസ്, എന്നാൽ അതിൽ ചെറിയ തോതിൽ എന്തുണ്ട്? ചെറിയ ഉപകാരവുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിലെ തിന്മയാണ് ഏറ്റവും വലുതായിട്ടുള്ളത് എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഖുർആനിൽ ആയത്തിറക്കി. ഇതിറങ്ങിയപ്പോൾ ചിലർ എന്ത് ചെയ്തു? സഹാബിമാർ മദ്യം മോശമാണ് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കി. എന്നാൽ അള്ളാഹുവോ അവിടുത്തെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി
ഹറാമാണെന്ന് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില സഹാബിമാരെന്ത് ചെയ്തു, ആ കള്ള് മോശമാണ് എന്ന രൂപത്തിൽ ഒഴിവാക്കി, മറ്റു ചിലർ അതിൽ തന്നെ തുടർന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറഞ്ഞ കാര്യം എന്താണ് അഹ്സൻത്, നിസ്കാരത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത വ അൻതും സുകാറ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല, നിങ്ങളുടെ ഹാല് വ അൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ച മത്ത് പിടിച്ച കള്ള് കുടിച്ച അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കാരത്തിലേക്ക് വരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അങ്ങനെ മദ്യം ഒഴിവാക്കുന്ന ഒരു ശീലം അവർക്കിടയിൽ ഉണ്ടായി അല്ലെ. പിന്നീട് അവർ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ആരും മദ്യപിക്കുന്നില്ല. ഈ ഒരു ശീലം അവർക്കിടയിൽ ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് എന്ത് ചെയ്യാണ്, ആയത്തിറക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലാഹു കള്ളും അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങളും ചേർത്ത് പറഞ്ഞുകൊണ്ട് പറയാണ്, മിൻ അമലി ശൈത്താൻ, അതെന്താണ്, ശൈത്താന്റെ പ്രവർത്തികളിൽപ്പെട്ട കാര്യമാണ്. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉപേക്ഷിക്കണം, കള്ള് അത് ഉപേക്ഷിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? സുബ്ഹാനല്ലാഹ്, നമുക്ക് പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കാണാം, മദീനയിലൂടെ കള്ളിന്റെ വലിയ ഒരു പുഴ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒഴുകിയെന്നാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സഹാബിമാർ അടിച്ചു തകർത്തു എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സഹാബിമാർ പിന്നീട് ഘട്ടം ഘട്ടമായി അത് ഉപേക്ഷിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലുള്ള എന്തെങ്കിലും ലഹരികൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും അടിമപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ ഒറ്റയടിക്ക് തന്നെ നിർത്താൻ സാധിക്കും. അതിന് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ പടിപടിയായി, ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഇതുപോലെ പടിപടിയായി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് തുറവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ കള്ള് ഹറാമാക്കുന്നത്. നമുക്കറിയാം ഉമ്മുൽ ഖബായിസ് ആണ് കള്ള് എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മ്ലേച്ഛമായ ഒരു കാര്യവുമില്ല. മ്ലേച്ഛമായ കാര്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിൽ എന്താണ്, ഹറാമാണ്. ത്വയ്യിബാത്ത് മാത്രമാണ് ഇസ്ലാമിൽ ഹലാലായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെയായിരുന്നു സഹോദരങ്ങളെ മദ്യം ഹറാമാക്കപ്പെട്ടത്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന കാര്യം, ഹാദാ വഫീഹാ വുലിദ സിബ്തുൽ ഹസൻ. പിന്നീട് ഹിജ്റ 3-ാം വർഷത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമയുടെ മകനാണ് ആര്, ഹസൻ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജനനത്തെ പറ്റിയാണ് പറയുന്നത്. അഥവാ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഹസൻ എന്ന് പറയുന്ന മകൻ ജനിച്ചു. ആരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്? ആരാണ്? അലി റളിയല്ലാഹു അൻഹു. ഹിജ്റ 3-ാം വർഷത്തിൽ റമളാൻ മാസത്തിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അൽ ഇസാബയിൽ ഇത് ഉദ്ധരിക്കുന്നതായി കാണാം. അഥവാ ഹിജ്റ 3-ാം വർഷത്തിൽ റമളാനിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹസൻ ഹുസൈൻ ഇവർ ഇരട്ട കുട്ടികളാണോ? പൊതുവെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരാറുള്ള കാര്യം എന്താണ്, ഹസൻ ഹുസൈൻ ഇരട്ട കുട്ടികളാണ് എന്നുള്ളതാണ്. എന്നാൽ അതെന്തല്ല, ശരിയല്ല. മറിച്ച് എന്താണ്, ഹസനാണ് മൂത്ത കുട്ടി. നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? ഹിജ്റ 3-ാം വർഷം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എപ്പോഴാണ്? തൊട്ടടുത്ത വർഷമാണ്. ഹിജ്റ 4-ാം വർഷമാണ്. അവർ ഇരുവരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 1 വയസ്സ് വ്യത്യാസമുണ്ട്. അതാണ് സഹോദരങ്ങളെ പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ ഹിജ്റ 3-ാം വർഷത്തിൽ സംഭവിച്ച കാര്യമായി പറയുന്നത്. പിന്നീട് സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ലാ ഹിജ്റ 4-ാം വർഷം സംഭവിച്ച കാര്യങ്ങളാണ് അവിടുന്ന് പറയുന്നത്. അവിടുന്ന് പറയുകയാണ്, വകാന ഫി റാബിഅത്തിൽ ഗസു ഇലാ ബനി നദീർ ഫി റബീഇ അവ്വല. പിന്നീട് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഗസ്വതു ബനി നദീർ യുദ്ധത്തെ കുറിച്ചാണ്. നമുക്കറിയാം 4-ാം വർഷം സംഭവിച്ച 1-ാമത്തെ കാര്യമാണ് ബനു നദീർ യുദ്ധ പുറപ്പാട്. ഹിജ്റ 4-ാം വർഷത്തിലെ 1-ാമത്തെ സംഭവം എന്താണ്? ബനു നദീർ യുദ്ധ പുറപ്പാട്. ആരാണ് ബനു നദീർ?
നമ്മൾ മുൻകഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിരുന്നു, മദീനയിൽ 3 ഗോത്രങ്ങളാണ് താമസിച്ചിരുന്നത്. ആരൊക്കെയാണ്? അയ്യോ, ബനു നളീർ, ഒരാളും കൂടി, അഹ്സൻത്, ബനു ഖൈനുഖാ. ഈ 3 ഗോത്രങ്ങളാണ് മദീനയിൽ ജൂത ഗോത്രങ്ങളായി ഉള്ളത്. ഒന്ന് ബനു ഖൈനുഖാ, ബനു നളീർ, അതുപോലെ തന്നെ ബനു ഖുറൈള. നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം അവരെന്ത് ചെയ്തു? ബനു ഖൈനുഖാ മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് കാണിച്ചു? കരാറിലായിരിക്കെ തന്നെ വഞ്ചന കാണിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്ത് ചെയ്തു? മദീനയിൽ നിന്ന് പുറത്താക്കി. അത് നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിരുന്നു. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 ഗോത്രവുമായിട്ട് എന്താണ്? കരാറിലാണുള്ളത്. ഈ 3 ഗോത്രവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് കരാറിലാണുള്ളത്. അന്യായമായി പരസ്പരം ആക്രമിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് അന്യായമായി പ്രവർത്തിച്ചാൽ അവർക്കെതിരെ സഹായിക്കുകയില്ല എന്ന രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ 3 ഗോത്രവും എന്ത് ചെയ്തു? കരാറിലായി. എന്നാൽ ഇത് ലംഘിച്ചതിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു ഖൈനുഖായിനെ എന്ത് ചെയ്തു? മദീനയിൽ നിന്ന് പുറത്താക്കി. ഇനി സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ ബനു നളീറുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുമായി യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള കാരണം? അതിന് പിന്നിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. 2 കാര്യങ്ങളാണ് അതിന് പിന്നിൽ പറയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത്, ഈ ഗോത്രം അഥവാ ബനു നളീർ ഗോത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയണമെന്നവർ തീരുമാനിച്ചു. കരാർ ഉണ്ടായിരിക്കെ തന്നെ ഈ ഒരു കാര്യമാണ് അവർ തീരുമാനിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, ജൂതന്മാർ ഏത് കാലഘട്ടത്തിലും ഈ രൂപത്തിലാണ്. ഏത് കാലഘട്ടത്തിലും അവർ കരാറിലാകും, പിന്നീട് അത് ലംഘിക്കും. ഇപ്പോഴും നോക്കൂ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറവി നൽകട്ടെ. ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ വെടിനിർത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്ര കാലം? അവരുടെ അവസ്ഥ അല്ലെങ്കിൽ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇതാ ഈ കാലഘട്ടം വരെ അവരുടെ സ്വഭാവം ഈ രൂപത്തിലാണ്. നോക്കൂ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലായിരിക്കെ തന്നെ റസൂലിനെ വധിക്കണമെന്ന തീരുമാനം അവർ എടുത്തു. എന്നിട്ട് എന്താണ് അവർ എടുത്ത പദ്ധതി? എന്തായിരുന്നു? എങ്ങനെ റസൂലിനെ കൊല്ലണം? അവർ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലെ 3 പണ്ഡിതന്മാർ നിങ്ങളോട് സംസാരിക്കും, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കും. താങ്കളിൽപ്പെട്ട 3 ആളുകളുമായി നമ്മുടെ അടുക്കലേക്ക് വരണം. അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യം നമ്മുടെ പണ്ഡിതന്മാർ അത് അംഗീകരിക്കുകയാണ് എങ്കിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാം? ഇസ്ലാം സ്വീകരിക്കാം. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോത്രം തന്നെ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. റസൂൽ പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, ഞാൻ വന്ന് സംസാരിക്കാം. എന്നാൽ ഈ ഗോത്രത്തിൽപ്പെട്ട തന്നെ ഒരു സ്ത്രീ ഈ കാര്യം അവരുടെ കുടുംബക്കാരനായ ഒരു മുസ്ലിമായ ഒരാളോട് എന്ത് ചെയ്തു? പറഞ്ഞു. അഥവാ ഇവർ ഇസ്ലാം സ്വീകരിക്കാനല്ല ഇവരുടെ ഉദ്ദേശം, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാനാണ് ഇവരുടെ ഉദ്ദേശം എന്നവർ പറഞ്ഞു. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇദ്ദേഹം, ഈ പുരുഷൻ വന്നുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. അഥവാ നിങ്ങളെ അവർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ കാണണമെന്ന് പറഞ്ഞതല്ല, മറിച്ച് നിങ്ങളെ കൊന്നുകളയാനാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് കോപമുണ്ടായി. കാരണം നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരാറിലായ ആളുകളാണ്. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? അവർക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അവരെ ഉപരോധിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിക്കുകയും അവരുടെ അടുക്കലേക്ക് ഏതാനും ദിനം ഉപരോധിക്കുകയും ചെയ്തു. അവസാനം അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം? മദീന വിട്ടു പോകാം, നമ്മൾ മദീന വിട്ട് ഇവിടെ നിന്നും പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. നമ്മളെ പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു. എന്താണ് അവർ പറഞ്ഞത്? നമ്മുടെ ഒട്ടകങ്ങൾക്ക് മുകളിൽ എത്ര സാധനമാണോ ആ ഒട്ടകത്തിന് വഹിക്കാൻ സാധിക്കുക, അതുമായി നമ്മൾ എന്ത് ചെയ്യാം? മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം, മദീന വിട്ടു പോകാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം അംഗീകരിക്കുകയും എന്നിട്ട് അവരിൽപ്പെട്ട നേതാക്കന്മാരിൽ ചിലർ ഖൈബറിൽ പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തു. നമ്മൾ സൂചിപ്പിച്ചിരുന്നു,
ബനു ഖൈനുഖാഇനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെങ്ങോട്ടേക്കാണ് പോയത്? ആർക്കാണ് ഓർമ്മയുള്ളത്? റസൂല് ബനു ഖൈനുഖാഇനെ മദീനയിൽ നിന്ന് പുറത്താക്കി. അവരെങ്ങോട്ടേക്കാണ് പോയത്? എങ്ങോട്ടേക്കാണ്? എവിടെ? ഷാമിലേക്കാണ്. യമനല്ല, ഷാമിലേക്കാണ് അവരെന്ത് ചെയ്തത്? പോയത്. ഇതാണ് ഒന്നാമത്തെ സംഭവം. നമ്മൾ പറഞ്ഞു രണ്ട് സംഭവമാണ്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ കൊന്നു കളയണം. രണ്ടാമത്തെ സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലേക്ക് സാധാരണ രൂപത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയും അവിടുന്ന് അംർ ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ഒരു ജൂതൻ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയ ഒരു നിലയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് താഴേക്ക് വലിയ കനമുള്ള ഒരു സാധനം ഇട്ട് കൊന്നു കളയണം എന്ന ഉദ്ദേശത്തോടുകൂടി അവൻ ഒരു സ്ഥലത്ത് നിലകൊണ്ടു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം നൽകിയതാണ്. അതിനാൽ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി. അഥവാ ഈ രൂപത്തിൽ ഒരുവൻ നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ അവരെ നാട് കടത്തി എന്നും ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഇതിൽ ശരിയായ അഭിപ്രായമായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നത് ഒന്നാമത്തെ സംഭവമാണ്. അഥവാ ആ പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ പോവുകയും അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട കാര്യം. എന്നാൽ രണ്ടിലും എന്താണുള്ളത്? സത്യസന്ധതയാണോ? അല്ല, രണ്ടിലും വഞ്ചന തന്നെയാണ്. അഥവാ ജൂതന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ ഈ രൂപത്തിലാണ്. അത് നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രം പഠിക്കണം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താണ്? ഗസയിൽ നടക്കുന്നത് വെറും സ്ഥലപ്രശ്നമാണ് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ മുസ്ലിം ഉമ്മത്തിന് അജ്ഞത ബാധിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ അഖീദയായി അല്ലെങ്കിൽ വിശ്വാസമായി കൊണ്ടു നടക്കാൻ പാടില്ല. മുസ്ലിമിന്റെ സ്ഥലമാണ് ഗസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള കാരണം? അല്ലെങ്കിൽ ഫിലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബില എവിടെയാണ്? മസ്ജിദുൽ അഖ്സയാണ്. മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബില നിലകൊള്ളുന്ന സ്ഥലത്ത് ജൂതന്മാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് സഹോദരങ്ങളെ? പിഞ്ചു കുട്ടികളെ പോലും ഒരു കരുണയുമില്ലാതെ അവർ കൊന്നുകളയുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെയും അവർ ബന്ദികളാക്കിയ ആളുകളെയും ഒക്കെ ഏറ്റവും മോശമായ രൂപത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങളും. എന്നിട്ടും പല ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരുണ്യം അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം പഠിക്കണം. ഇസ്ലാമിന്റെ ഏത് കാലഘട്ടത്തിലെയും ചരിത്രം പഠിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ യഥാർത്ഥ നിലപാട് സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, ഈ ഒരു സംഭവം അഥവാ ബനു നദീർ ഗോത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചന നടത്തിയ കാര്യം ഏത് സൂറത്തിൽ പറയുന്നുണ്ട്? സൂറത്തുൽ ഹസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതായി കാണാം. ഇത്രയുമാണ് സഹോദരങ്ങളെ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതിൽ വല്ല തെറ്റും വന്നുപോയിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് ഉടനെ തന്നെ ആരംഭിക്കും.